ഏത് കാലാവസ്ഥയിലാണ് രക്തസമ്മർദ്ദം കൂടുതൽ കാണിക്കുന്നത്? മഞ്ഞുകാലം, വേനൽക്കാലം, മഴക്കാലം, വസന്തകാലം. ഉത്തരം മഞ്ഞുകാലം. കാലാവസ്ഥ തണുപ്പാണെങ്കിൽ ശരീരത്തിലെ ചൂട് നിലനിർത്താൻ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഉരുളൻകിഴങ്ങിനൊപ്പം സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഏത്? ഉള്ളി, ഇഞ്ചി, മഞ്ഞൾ, മത്തങ്ങ. ഉത്തരം ഉള്ളി. ഉരുളൻകിഴങ്ങിനൊപ്പം ഉള്ളി സൂക്ഷിക്കരുത്, കാരണം പെട്ടെന്ന് രണ്ടും മുള വന്ന് കേടായി പോകും. രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പഴമേത്? കിവി, ഓറഞ്ച്, ആപ്പിൾ, പപ്പായ. ഉത്തരം ഓറഞ്ച്. ഓറഞ്ചിൽ ആസിഡിന്റെ അംശം കൂടുതലാണ്. ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോൾ ദഹനത്തിന് അസ്വസ്ഥതയുണ്ടാക്കും. ഓറഞ്ചിലെ ആസിഡ് ദഹനക്കേട്, നെഞ്ചരിച്ചില്, ആസിഡ് റിഫ്ലക്സ് ഡിസീസ് എന്നിവയ്ക്ക് കാരണമാകും. ആയുർവേദത്തിൽ കഫരോഗങ്ങൾ മാറാൻ ഉത്തമമായി കണക്കാക്കുന്ന സസ്യം ഏത്? മഞ്ഞൾ, കറ്റാർവാഴ, തിരുതാളി, തുളസി. ഉത്തരം തുളസി. ഒരു പിടി തുളസി എടുത്ത് വെള്ളം തിളപ്പിച്ച് ഇതിൽ ആവി പിടിക്കുന്നത് കഫക്കെട്ട് കുറയ്ക്കും. മുറിവ് ഉണങ്ങാൻ താമസിക്കുന്നത് ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി. ഉത്തരം വൈറ്റമിൻ ഡി. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ വേഗത്തിൽ ഉണങ്ങിക്കിട്ടുന്നതിന് വൈറ്റമിൻ ഡി അനിവാര്യമാണ്. വാസ്തുപ്രകാരം വാഴയുടെ സമീപത്ത് നട്ടുവളർത്തേണ്ട ചെടി ഏത്? തുളസി, മാവ്, മഞ്ഞൾ, കടുക്. ഉത്തരം തുളസി. വാഴയിൽ വിഷ്ണു അധിവസിക്കുന്നു എന്നാണ് വിശ്വാസം. തുളസിയിൽ അധിവസിക്കുന്നത് വിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മിയും. അതിനാൽ വാഴയും തുളസിയും ഒരുമിച്ച് നട്ടാൽ വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും അനുഗ്രഹം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കും. വായ്പുണ്ണ് മാറാൻ ഉപയോഗിക്കേണ്ട ഇല ഏത്? മുരിങ്ങയില, ഉലുവയില, മാവില, മല്ലിയില. ഉത്തരം ഉലുവയില. വായ്പുണ്ണ് മാറ്റാനുള്ള ഏറ്റവും മികച്ച പരിഹാര മാർഗങ്ങളിലൊന്നാണ് ഉലുവയില. ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊള്ളുക. സ്വന്തമായി തപാൽ പിന്നുള്ള ദൈവം ഏത്? ഗുരുവായൂരപ്പൻ, പഴനിമല മുരുകൻ, അയ്യപ്പസ്വാമി, മൂകാംബിക ദേവി. ഉത്തരം അയ്യപ്പസ്വാമി. സ്വന്തമായി തപാൽ മുദ്രയുള്ള ക്ഷേത്രം ശബരിമലയാണ്. 18-ാം പടിയും അയ്യപ്പ വിഗ്രഹവും ആലേഖനം ചെയ്ത തപാൽ മുദ്രയാണിവിടെ ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ വജ്രനഗരം ഏത്? ഗുണ്ടൂർ, സൂററ്റ്, കൊൽക്കത്ത, ധൻബാദ്. ഉത്തരം സൂററ്റ്. ഡയമണ്ട് കട്ടിങ്ങിനും മിനുക്കലിനും പേരുകെട്ട സൂറത്ത് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ത്രിപുര, മേഘാലയ, ഗോവ, ഒറീസ. ഈ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ കമന്റായി ഇടുക. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റായി ഇതിന്റെ ആൻസർ പിൻ ചെയ്തിരുന്നതായിരിക്കും. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.